അബൂ ഖുദാമത്തു ശാമി റഹ്മത്തുള്ളാഹി അലൈഹി മസ്ജിദിൽ നിന്ന് ഒരു പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഹാനവറുകൾ. അന്ന് ഒരു റോമൻ സൈന്യം അവരുടെ നാടാക്രമിക്കാൻ വേണ്ടി പടക്കോപ്പ് കൂട്ടുമ്പോൾ പ്രതിരോധം തീർക്കാൻ വേണ്ടി രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങണമെന്ന് ജനങ്ങളോട് ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന അബൂ ഖുദാമ റളിയല്ലാഹു അൻഹു, അബൂ ഖുദാമത്തു ശാമി റഹ്മത്തുള്ളാഹി അലൈഹി പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരോടും നിങ്ങൾ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സഹായിക്കണേ എന്നൊരു പ്രഖ്യാപനം നടത്തിയപ്പോൾ ഈ വഅദ് കേൾക്കുന്ന തൊട്ടരികത്ത് വന്ന് നിൽക്കുന്ന ഒരു പെണ്ണ്, യാ ശൈഖ്, ശൈഖ് അവറുകളെ എന്ന് 2-3 തവണ വിളിക്കുന്നുണ്ട്. മെഹ്റാബിന്റെ ബാക്കിൽ നിന്ന് ഒരു പെണ്ണാണല്ലോ വിളിക്കുന്നത് എന്ന് കരുതി മഹാൻ മുന്നിലേക്ക് തന്നെ തിരിഞ്ഞതിന് അതിന് മറുപടി കൊടുക്കാൻ ഒരൽപ്പം എന്തിനായിരിക്കുമെന്നറിയില്ലല്ലോ. വീണ്ടും വിളിച്ചപ്പോ മഹാനവറുകൾ തിരിഞ്ഞു നോക്കുമ്പോ ഒരു പൊതിയാണ് കയ്യിൽ കൊടുത്തിട്ട് പറയുന്നത്, യാ ശൈഖ് അബൂ ഖുദാമ, നിങ്ങൾ ഇത് എന്നിൽ നിന്ന് വാങ്ങിക്കണമേ, ഇത് എൻ്റെ ഒരു സംഭാവനയാണ്, ഇത് നിങ്ങൾ സ്വീകരിക്കണം. മഹാനവറുകൾ തുറന്നു നോക്കുമ്പോ 2 ഇഴ മുടിയാണ്, മുടഞ്ഞു വെക്കുന്ന ഒരു പെണ്ണിന്റെ നീണ്ട മുടി, 2 മുടിക്കെട്ടുകളാണ്. മഹാൻ ചോദിച്ചു, പെങ്ങളെ, ഞാനിത് എന്താണ് ചെയ്യേണ്ടത്? ഈ മുടിക്കെട്ട് എന്തിനു വേണം? അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് ദാനമായി നൽകാൻ, സംഭാവന നൽകാൻ എൻ്റെ കയ്യിൽ സ്വർണമില്ല, വെള്ളിയില്ല, ആഭരണങ്ങളില്ല, പൈസയില്ല, എൻ്റെ ഒരു തലമുടിയാണുള്ളത്. ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി പടയോട്ടം നടക്കുമ്പോൾ, ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരു യുദ്ധം നടക്കുമ്പോൾ അതിലോടുന്ന കുതിരയുടെ മൂക്ക് കയറാക്കാൻ എൻ്റെ തലമുടി നിങ്ങൾ ഉപയോഗിക്കണം, ഇതേ എന്നെ കൊണ്ട് കഴിയൂ, അത് നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ഭവ്യതയോടുകൂടെ ഒരുമ്മ മഹാനായ അബൂ ഖുദാമത്തു ശാമിയുടെ കൈകളിലേക്ക് നൽകിയ ഒരു സംഭാവന. ചരിത്രം ഇത് ഓർക്കുകയാണ്. മഹാന്മാർ ഈ ചരിത്രം പറയുമ്പോൾ പൊട്ടിക്കരയാറുണ്ട്. അത്രമേൽ ഹൃദയഭേദകം ഒരു പെണ്ണിന് ചെയ്യാൻ കഴിയുന്ന, അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സേവനം. മഹാനവറുകൾ ആദ്യമായാണ് ജീവിതത്തിൽ ഇങ്ങനൊരു അനുഭവം. മുടിയിഴകളാണ് കൈകളിൽ നൽകിയിരിക്കുന്നത്. ഇത് യുദ്ധത്തിലോടുന്ന ഏതെങ്കിലും ഒരു കുതിരയുടെ മൂക്ക് കയറായി നിങ്ങൾ ഉപയോഗിക്കണേ എന്നാണ് അപേക്ഷ. അബൂ ഖുദാമ റളിയല്ലാഹു അൻഹു സൈന്യവുമായി പുറപ്പെടുമ്പോ അതിൽപ്പെട്ട മഹാന്റെ കുതിരയുടെ മൂക്കുകയർ ഈ മുടിനാരുകളായിരുന്നു, ഈ മുടിയിഴകളായിരുന്നു ഒരു പെണ്ണിന്റെ. യുദ്ധം പുറപ്പെടാൻ നിൽക്കുമ്പോൾ ഒരു ചെറിയ ബാലൻ, ഒരു 10-13 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി, ശൈഖ് അവറുകളെ, ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ. എങ്ങോട്ട്? യുദ്ധത്തിന്. മോനെ, നിങ്ങൾ ചെറിയ കുട്ടിയാണ്, നിങ്ങൾ വരാൻ പാടില്ല. ഞാൻ ചെറിയ കുട്ടിയല്ല, ഞാൻ വരുന്നു, എനിക്ക് വന്നേ പറ്റൂ. മോനെ, നിങ്ങൾക്ക് നിനക്ക് എക്സ്ക്യൂസുകളുണ്ട് മോനെ, നിനക്ക് ഇങ്ങനെ നിർബന്ധമില്ലല്ലോ, മോനിത് വരരുത്, മുതിർന്ന ആളുകൾക്കുള്ളതാണ്, മുതിർന്നവരാണ്, നിങ്ങളെ മക്കൾക്ക് സംരക്ഷണം നൽകാനാ മുതിർന്നവർ രാജ്യത്തിന്റെ കാവൽക്കാരായി പോകുന്നത്, അതുകൊണ്ട് നിങ്ങൾ വരരുത് മോൻ, തിരിച്ചു പോവണം. ശൈഖ് അവറുകളെ, അബൂ ഖുദാമത്തു ശാമി തങ്ങളെ, നിങ്ങൾ എന്നെ എങ്ങനെ തിരിച്ചയച്ചാലും ഞാൻ പോവില്ല, എനിക്ക് വരണം. ഇന്നി ഉരീദു ഷഹാദതൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ വഴിയിൽ എനിക്ക് രക്തസാക്ഷിയാവണം. ഒരു ചെറുപ്പക്കാരൻ കുട്ടിയായി പറയുന്നത്. മഹാനവറുകൾക്ക് സ്വീകരിക്കേണ്ടി വന്നു, കൂടെ കൂട്ടേണ്ടി വന്നു. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, മോനെ, നീ ഒരു ചെറുപ്പക്കാരനാണ്, ചെറിയ മോനാണ്. ബിശർത്തിൻ, നിന്നോട് എനിക്കൊരു കരാറുണ്ട്, ഒരു നിബന്ധനയുണ്ട്. ആ നിബന്ധന പാലിക്കുമെങ്കിൽ മാത്രമേ നീ ഞങ്ങളുടെ കൂടെ വരാവൂ, നിന്നെ ഞാൻ കൂട്ടുകയുള്ളൂ. പറഞ്ഞോളൂ ശൈഖ് അവറുകളെ, എന്താണ് കരാറ്? ഭയങ്കര അത്ഭുതമാണ്. എന്താ കണ്ടീഷൻ? കുട്ടിയോട് അബൂ ഖുദാമത്തു ശാമി പറയാം,
കരാർ എന്താണെന്നറിയോ മോനെ? ഇൻ മിച്ച ഷഹീദാ, മോനെ നീ എങ്ങാനും ഷഹീദാവുകയാണെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വിചാരണ നാളിലേക്ക് നീ കടന്നു വരികയും ചെയ്യുമ്പോൾ മോനെ നീ എനിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണം. നീ ചെറിയ മോനാണ്, നീ സ്വർഗത്തിലേക്കാണ് പോവുക. അതുകൊണ്ട് നാളെ നീ വിചാരണക്ക് വരുമ്പോ ഈ അബൂ ഖുദാമയെ നീ മറക്കുമോ? എന്നെ നീ ഓർക്കുമോ? എനിക്ക് ശഫാഅത്ത് നീ നൽകണം എന്ന കണ്ടീഷൻ അത് ഉറപ്പാണെങ്കിൽ എൻ്റെ കൂടെ വാ, ഇൻഷാ അല്ലാഹ്. അങ്ങനെയാണ് എൻ്റെ മരണമെങ്കിൽ ഞാൻ അങ്ങേക്ക് ശഫാഅത്ത് ചെയ്യും. ആര് പറയുന്നു? ഈ കുട്ടി യുദ്ധത്തിന് പുറപ്പെടുന്നു. യുദ്ധം നടക്കാൻ പോകുമ്പോൾ ഈ കുട്ടി പറഞ്ഞു, അബൂ ഖുദാമ എനിക്ക് 3 അമ്പ് തരണം. 3 മോനെ, അമ്പുകളില്ല, വില്ലുകളില്ല, അത് മുതിർന്നവർക്കുള്ളതല്ലേ, കുട്ടിക്ക് എന്ത് ചെയ്യാനാണ്? എനിക്ക് 3 തന്നേ പറ്റൂ. മഹാനവറുകൾ നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ യാ അമ്മി അഅ്തിനി 3 അസ്ഹും, 3 അമ്പ് എനിക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ ഗത്യന്തരമില്ലാതെ കൊടുത്തു. അങ്ങനെ അസ്സലാമു അലൈക യാ അബാ ഖുദാമ എന്ന് പറഞ്ഞ് ആദ്യത്തെ ഒരമ്പ് അത് റോമക്കാരനായ ശത്രു സൈന്യത്തിലേക്ക് ചെന്നു പറ്റി. രണ്ടാമത്തേതിലും പറഞ്ഞു അസ്സലാമു അലൈക യാ അബാ ഖുദാമ. അബൂ ഖുദാമ തങ്ങളോട് സലാം പറയാൻ. മഹാന്റെ കുതിരയുടെ തൊട്ടടുത്തുണ്ട് ഈ കുട്ടിയുടെ കുതിരയും. മൂന്നാമത്തെ ഒരു അമ്പ് കൂടെ ലക്ഷ്യം കണ്ടപ്പോൾ അതാ കുട്ടിയുടെ നേരെ ഒരമ്പ് വരുന്നു. കുട്ടി കുതിരയുടെ മുകളിൽ നിന്ന് മരണപ്പെടുന്നു, ഷഹീദായി താഴെ വീഴുന്നു. അബൂ ഖുദാമ റളിയല്ലാഹു അൻഹു മരണത്തിന്റെ മുമ്പിൽ പിടയുന്ന കുഞ്ഞിനോടൊരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചു. യാ ബുനയ്യ, പൊന്നുമോനെ, ലാ തൻസൽ വഅദല്ലദീ ബൈനനീ വബൈനക്, ഞാനും നിങ്ങളും തമ്മിലുള്ള കരാറുണ്ട്, മോൻ മറക്കരുതേ. ഇപ്പൊ മോന്റെ മറുപടി ഇല്ല, ഞാൻ മറക്കില്ല, നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ശഫാഅത്ത് ചെയ്യണമെന്നല്ലേ. കുട്ടി മരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു യാ അമ്മി അബൂ ഖുദാമ ഖുദ് ഹാദൽ ഖുർജ്, ഈ ഒരു തോൽപാത്രം നിങ്ങൾ വാങ്ങണ ഒരു ബാഗ്, ഈ ബാഗ് നിങ്ങൾ എൻ്റെ ഉമ്മാക്ക് കൊടുക്കണമേ. നിന്റെ ഉമ്മ എനിക്ക് എങ്ങനെ അറിയും മോനെ? വമൻ ഉമ്മുക യാ ബുനയ്യ, മോനെ നിന്റെ ഉമ്മ ആരാണ്? ഇപ്പൊ പറഞ്ഞു എൻ്റെ ഉമ്മയെ അറിയില്ലേ? എൻ്റെ ഉമ്മയാണ് ഉമ്മിയല്ലതീ അഅ്തതുക ളഫീറ, ആ മുടിയിഴകൾ നൽകിയ ഉമ്മയില്ലേ, അതെന്റെ ഉമ്മയാണ്. ദുർരിയതം ബഅ്ലുഹാ മിൻ ബഅ്ദ് വല്ലാഹു സമീഉൻ അലീം. ആ ഉമ്മയുടെ മുടിയിഴകൾ ദാനമായി കൊടുത്തു എന്ന് മാത്രമല്ല, ഈ കുഞ്ഞിനെയും പറഞ്ഞയച്ച ഉമ്മയായിരുന്നുവത്. ഒരു രാജ്യത്തിന് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ദീനിനൊരു പ്രയാസം വരുമ്പോൾ മോനെ പിന്തിരിഞ്ഞോടരുത് എന്ന് പറഞ്ഞ് ആ മോനെ ധൈര്യം കൊടുത്ത് പറഞ്ഞയച്ച ഉമ്മയായിരുന്നുവത്. യുദ്ധം അവസാനിച്ചു. ശുഹദാക്കളെ കൊണ്ടുപോയി മറവ് ചെയ്യുമ്പോൾ ഈ മോൻ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട മോനായിരുന്നു. ആ മോനെ മറവ് ചെയ്തപ്പോൾ ഖബർ ലഫളതുഹു, ഖബറൊക്കെ മൂടി ഇവർ വന്നു, മയ്യത്ത് പുറത്ത്, ഖബറിന്റെ ഉള്ളിൽ നിൽക്കുന്നില്ല. വേറെ ഖബർ കുഴിച്ചു, അവിടെ മറവ് ചെയ്തു. വീണ്ടും മയ്യത്ത് പുറത്തേക്ക് വരുന്നു. മഹാനവറുകൾ ക്ഷീണിച്ച് തളർന്ന് അന്നൊന്ന് കിടന്നുറങ്ങി ഒരൽപ്പനേരം കഴിഞ്ഞപ്പോൾ മഹാനവറുകൾക്ക് വഹി വരുന്നു, അല്ലെങ്കിൽ ഇൽഹാം വരുന്നു. ഉത്റുക് വലിയല്ലാഹ്, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനായ ആ മോനെ അവിടെ ഇട്ടേക്ക്, നിങ്ങളാരും ഒന്നും ചെയ്യണ്ട. മയ്യത്ത് അവിടെ തന്നെ വെച്ചു. വലിയ പക്ഷികൾ വന്ന് ആ കുഞ്ഞിൻ്റെ മാംസം തിന്നുപോകുന്നു. എല്ലുകൾ മാത്രമായി മാറി ദിവസങ്ങളെ കൊണ്ട് ആ എല്ലുകൾ മറവ് ചെയ്തു. അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായില്ല. കുഞ്ഞിന്റെ മാംസമൊക്കെ പക്ഷികൾ കഴിച്ചുപോയി. ഇതൊരു അത്ഭുതമായിരുന്നു, ചരിത്രത്തിലെ അത്ഭുതം. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. കുഞ്ഞ് നൽകിയ ഒരു തോലിന്റെ ഒരു ബാഗുണ്ട്, ഖുർജ്. ആ ബാഗ് ഉമ്മയെ ഏൽപ്പിക്കാൻ വേണ്ടി മഹാനായ അബൂ ഖുദാമത്തു ശാമി തങ്ങൾ വീട്ടിൽ ചെന്ന് വാതിൽ മുട്ടുമ്പോ പെങ്ങളാണ് എഴുന്നേറ്റ് വരുന്നത്. പെങ്ങൾ ചോദിച്ചൊരു ചോദ്യം, ഞങ്ങൾക്ക് സന്തോഷം തരാനാണ്